ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 6th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇന്നലെ പഠിപ്പിച്ചൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ്. India is a democracy. This achievement is the result of a long and eventful struggle of the Indian people. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായത്? ഇവിടെയുള്ള ആൾക്കാരുടെ ആ സ്ട്രഗിളിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാവാനുള്ള കാരണം. There are other places in the world where people have also struggled to have democracies. ഇതുപോലെ നമ്മുടെ ലോകത്തെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും ഇതേപോലെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് അവരുടെ രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസ് നടക്കുന്നുണ്ട്. You now know that the main feature of a democracy is that the people have the power to elect their leaders. So in a sense, a democracy is ruled by the people. The basic idea is that people rule themselves by participating in the making of these rules. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് പവറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ഇവർക്ക് വേണ്ട ലീഡേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇലക്ഷനിലൂടെ അവരെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഈ ജനാധിപത്യ രാജ്യത്തെ ഓരോ സിറ്റിസൻസിനും ഉണ്ട് അല്ലേ. അപ്പം മറ്റൊരു സെൻസിൽ നോക്കുകയാണെങ്കിൽ ഡെമോക്രസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെമോക്രസി ആൾക്കാർ തന്നെയാണ് റൂൾ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന, നമ്മുടെ ചൂസ് ചെയ്യുന്ന കുറച്ച് ലീഡേഴ്സിനെ നമ്മൾ ഇലക്ട് ചെയ്യുന്നു. അവരാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ട റൂൾസും റെഗുലേഷൻസും ഒക്കെ നടപ്പാക്കി നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് അല്ലേ. അപ്പം മറ്റൊരു സെൻസ് നോക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന നമ്മൾ മനുഷ്യർ തന്നെയാണ് അല്ലേ. അപ്പം നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുതന്നെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ ഭരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ റൂൾസൊക്കെ നോക്കുന്നത് അല്ലേ. അപ്പം ഭരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. Nowhere in the world have governments willingly shared power. ഒരിക്കലും ഒരു ലോകത്ത് ഒരു സ്ഥലങ്ങളിലും ഗവൺമെൻറ് അവരുടെ പവർ വില്ലിംഗ് ആയിട്ട് അവർക്ക് സമ്മതത്തോടെ അവരൊരിക്കലും ഷെയർ ചെയ്തിട്ടില്ല. ഓൾ ഓവർ യൂറോപ്പ് ആൻഡ് USA, വുമൻ ആൻഡ് ദ പുവർ ഹാവ് ഹാഡ് ടു ഫൈറ്റ് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെൻറ്. യൂറോപ്പിലും USA ഒക്കെയുള്ള സ്ത്രീകളും അതുപോലെ പാവപ്പെട്ടവരും ഒക്കെ ഈ ഗവൺമെൻറ്റിലൊരു അംഗമാവാനായിട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. വുമൻ സ്ട്രഗിൾ ടു വോട്ട് ഗോട്ട് സ്ട്രെങ്തൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പം സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അത് കൂടുതലും നടന്നത് എപ്പോഴാണ്? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ആ ഒരു ടൈമിലാണ് ആ ഒരു സ്ട്രഗിളൊക്കെ കൂടുതൽ ശക്തി ആർജിച്ചത്. ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ദ വുമൻ സഫ്രേജ് മൂവ്മെൻറ്റ്. ആസ് ദ ടേം സഫ്രേജ് യൂഷ്വലി മീൻസ് റൈറ്റ് ടു വോട്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിന് പേരാണ് വുമൻ സഫ്രേജ് മൂവ്മെൻറ്റ്. സഫ്രേജ് എന്ന് ഉള്ള ആ വേർഡിന് റൈറ്റ് ടു വോട്ട് എന്നുള്ള മീനിങ് കൊടുത്തുകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റിനെ വുമൻ സഫ്രേജ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു. During the war, many men were away fighting, and because of this, women were called up to do work that was earlier considered men's work. അപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിലാണ് കൂടുതലായിട്ടും ഈ ഒരു സ്ട്രഗിൾ സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ പഠിച്ചല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം നമുക്ക് നോക്കാം. കാരണം ഈ വേൾഡ് വാറിൻ്റെ ടൈമിൽ പുരുഷന്മാരൊക്കെ യുദ്ധത്തിന് പോയി അല്ലേ. വാറിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് അവരൊക്കെ പോയപ്പം വീട് നോക്കേണ്ട ചുമതല ആർക്ക് വന്നു? സ്ത്രീകൾക്ക് വന്നു. അപ്പം പുരുഷന്മാർ ഇതിനു മുന്നേ ചെയ്തിരുന്ന ജോലികളൊക്കെ മെൻസ് വർക്ക് എന്ന് കൺസിഡർ ചെയ്തിരുന്ന ആ ജോലികളൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ടതായിട്ട് വന്നു. മെനി വുമൻ began organizing and managing different kinds of work. When people saw this, they began to wonder why they had created so many unfair stereotypes about women and what they were capable of doing. So women began to be seen as being equally capable of making decisions. അപ്പം ഈ പുരുഷന്മാർക്ക് മാത്രമേ പുറത്തു പോയി ജോലികൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, സ്ത്രീകൾക്ക് എപ്പോഴും വീട്ടു ജോലിയാണ് നല്ലതെന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ആയിരുന്നു നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് അല്ലേ. അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ്, ആ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്യട്ടെ, പുരുഷന്മാർ പുറത്തു പോയി ജോലികൾ ചെയ്യട്ടെ. അതുകൊണ്ടാണ് അതിനെ മെൻസ് വർക്ക് എന്ന് കൂടി പറഞ്ഞിരുന്നത്.
അപ്പോൾ ഇങ്ങനെ ഈ ജോലികൾ സ്ത്രീകൾ കൂടെ ചെയ്യാൻ സാധിക്കുമെന്ന് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിൽ തെളിയിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ മാറി വരികയാണ്, അല്ലെങ്കിൽ ആ സ്റ്റീരിയോ ടൈപ്പ് അൺഫെയർ ആയി തോന്നി. അപ്പോഴാണ് വുമന് മനസ്സിലായത് എന്നാൽ പിന്നെ ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ഒരു കൺട്രിയിലുള്ള ഈക്വാലിറ്റി അവർക്ക് കൂടി വേണ്ടതല്ലേ. ജോലി പുരുഷന്മാരെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ആ ഒരു ഈക്വാലിറ്റി കിട്ടിക്കൂടാ. The suffragists demanded the right to vote for all women and to get their demands heard by changed themselves to railings in public places. Many suffragettes were imprisoned and went on hunger strikes, and they had to be fed by force. American women got the right to vote in 1920, while women in UK got to vote on the same terms as men some years later in 1928. അപ്പം ഈ ആൾക്കാർ, അതായത് ഈ സ്ത്രീകൾ, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഈ സ്ത്രീകൾ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്യേണ്ടി വന്നല്ലേ, ഒരുപാട് കഷ്ടതകളൊക്കെ അവർ അനുഭവിക്കേണ്ട വന്നു. ഈ സ്ട്രഗിളിലൊക്കെ പങ്കെടുത്തിരുന്ന സ്ത്രീകളെയൊക്കെ എന്ത് ചെയ്തു, ജയിലിൽ പിടിച്ചിട്ടു. അതുപോലെ അവരൊക്കെ മിക്ക ആൾക്കാരും നിരാഹാര സമരത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അവർ നടത്തിയതിന് ഫലമായിട്ടാണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചത്. ഈ അമേരിക്കൻ വുമന് വോട്ട് ചെയ്യാനുള്ള അവകാശം 1920 ലഭിച്ചു. എന്നാൽ UK അത് 1928 ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഇയർ ഒന്ന് ഓർത്തിരിക്കണം. അമേരിക്കൻ വുമൻ 1920 UK 1928 ഈ വോട്ട് ചെയ്യാനുള്ള അവകാശം സ്ത്രീകൾക്ക് ലഭിച്ചത്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ് ഇൻ അവർ ടൈംസ് ആർ യൂഷ്വലി റെഫേർഡ് ടു ആസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസീസ്. ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നും പറയും. എന്തുകൊണ്ടാണ് അതിനങ്ങനെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന പേര് വന്നത്? ഇൻ representative democracies, people do not participate directly but instead choose their representatives through an election process. അപ്പം ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ ആൾക്കാർ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർമ്മിക്കുന്നതിലൊന്നും പങ്കെടുക്കുന്നില്ല. ഇൻസ്റ്റെഡ് അവരെന്താണ് ചെയ്യുന്നത്, അവരവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്യുകയാണ്. ഇലക്ഷനിലൂടെ അവരവരുടെ ലീഡേഴ്സിനെ ചൂസ് ചെയ്യുന്നു. ഈ ലീഡേഴ്സാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നത് അല്ലേ. അപ്പോൾ അവർ ഇൻഡയറക്റ്റായിട്ടാണ് ഈ ഡെമോക്രസിയിൽ പങ്കാളികളാവുന്നത്. അങ്ങനെയുള്ള ഡെമോക്രസീനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ദീസ് റെപ്രസെൻറ്റേറ്റീവ്സ് മീറ്റ് ആൻഡ് മേക്ക് ഡിസിഷൻ ഫോർ ദ എൻറ്റയർ പോപ്പുലേഷൻ. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ ലീഡേഴ്സാണ് അവർ ഒരു ഗ്രൂപ്പായിട്ട് കൂടി ഡിസിഷൻസ് ഒക്കെ എടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ദീസ് ഡേയ്സ് എ ഗവൺമെൻറ് കനോട്ട് കോൾ ഇറ്റ് സെൽഫ് ഡെമോക്രാറ്റിക് അൺലെസ് ഇറ്റ് അലൂസ് വാട്ട് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ദിസ് മീൻസ് ദാറ്റ് ഓൾ അഡൽട്ട്സ് ഇൻ ദ കൺട്രി ആർ അലൗഡ് ടു വോട്ട്. ഒരിക്കലും ഒരു ഗവൺമെൻറ് ജനാധിപത്യമാവില്ല യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അഡൽട്ട്സും, ഒരു രാജ്യത്തുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. അതിനെയാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ആ ഒരു സംവിധാനം ഇല്ലാത്തിടത്തോളം കാലം ഒരിക്കലും ഒരു ഗവൺമെൻറ്റും ജനാധിപത്യ ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. But it was not always like this. Can you believe that there was a time when governments did not allow women and poor to participate in election? പണ്ടൊന്നും ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നില്ല നമ്മുടേത്. കാരണം ഗവൺമെൻറ് സ്ത്രീകളെയും പാവപ്പെട്ടവരെയും ഇലക്ഷൻസിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലായിരുന്നു. അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. In their earliest forms, governments allowed only men who owned property and were educated to vote. ആദ്യകാലങ്ങളിൽ ഗവൺമെൻറ് ആരെയാണ് അനുവദിച്ചിരുന്നത് ഈ വോട്ട് ചെയ്യാനായിട്ട്? പുരുഷന്മാരെ, അതും പ്രോപ്പർട്ടി ഉള്ളവരെ, സ്വത്തുള്ളവരെയും അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെയും മാത്രമായിരുന്നു അനുവദിച്ചിരുന്നത്. This meant that women, the poor, the propertyless and the uneducated were not allowed to vote. The country was governed by the rules and regulations that these few men made. അതായത് അപ്പം പണ്ട് കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും സ്വത്തില്ലാത്തവർക്കും പഠിപ്പില്ലാത്തവർക്കും ഒന്നും വോട്ട് ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു. അതിനർത്ഥം നമ്മുടെ രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീരുമാനിക്കുന്ന ഏതാനും ചില പുരുഷന്മാർ മാത്രമാണ്. അതായത് പ്രോപ്പർട്ടി ഉള്ളതും എഡ്യൂക്കേറ്റഡും ആയിട്ടുള്ള ചില പുരുഷന്മാർക്ക് മാത്രമേ ഇതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. In India, before independence, only a small minority was allowed to vote, and they therefore came together to determine the fate of the majority. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഒരു കൂട്ടം ആൾക്കാർക്ക്, മൈനോറിറ്റി എന്ന് പറയുമ്പോൾ
ചെറിയൊരു ഗ്രൂപ്പാണല്ലേ, അവർക്ക് മാത്രമേ ഈ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കി അത്രയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് ഈ മൈനോരിറ്റി ആയിരുന്നു. Several people, including Gandhiji, were shocked at the unfairness of this practice and demanded that all adults have the right to vote. This is known as universal adult franchise. നമ്മുടെ ഗാന്ധിജിക്ക് പോലും ഈ ഒരു അൺഫെയർനെസ് ഇഷ്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് കാണുക എന്നുള്ള ആ ഒരു തോട്ടാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ടായത്, അതായത് എല്ലാ അഡൽട്ട്സിനും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായത്. Writing in the journal Young India in 1931, Gandhiji said, "I cannot possibly bear the idea that a man who has got wealth should get the vote, but a man who has got character but no wealth or literacy should have no vote, or that a man who honestly works by the sweat of his brow day in and day out should not have the vote for the crime of being a poor man." അപ്പം ഒരു ജേർണൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന ജേർണലിൽ ഗാന്ധിജി എഴുതിയിരിക്കുന്ന കാര്യമാണ്. 1931 ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന ജേർണലിൽ ഗാന്ധിജി എഴുതിയിരിക്കുന്ന കാര്യമാണിത്. എന്താണ്, ഒരിക്കലും സമ്പന്നരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രം വോട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്കതിനോട് ഒരിക്കലും യോജിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ വോട്ട് ചെയ്യാനുള്ള അവകാശം സ്വത്തിൻ്റെയോ പഠിപ്പിൻ്റെയോ ബേസിസിലല്ല, ഒരാളുടെ ക്യാരക്ടർ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഹോണസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, നല്ല സത്യസന്ധമായിട്ട് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. പാവങ്ങളായി ജനിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ പാവപ്പെട്ടവരാണ് എന്നുള്ളത് ആരുടെയും കുറ്റമല്ല. ഇതാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണലിൽ യങ് ഇന്ത്യ ഇൻ 1931 ഗാന്ധിജി എഴുതിയിരിക്കുന്ന കാര്യം. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും പഠിപ്പിച്ച പോർഷനൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ.